ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു 3D ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ലൈറ്റ് മോഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ഫോട്ടോ മാത്രം ആഡ് ചെയ്ത് മാത്രം മതി. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതും ഡൗൺലോഡ് ചെയ്യുക. ഞാനിത് പറയുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വീഡിയോ ലഭിക്കത്തുള്ളൂ. നമുക്കിതിനകത്ത് ഫുൾ പ്രോജക്റ്റ് ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തവരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, അതെല്ലാവരും ഓർത്തുക. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ സെക്കൻഡ് ലൈൻ കാണാൻ സാധിക്കുന്ന 11 ഫുൾ പ്രൊജക്റ്റ്. ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക. 3Dയിലായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയില്ല, അല്ലാതെ തന്നെ ഒരു ഫോട്ടോ ആണ്, ഞാൻ വേറൊരു ഫോട്ടോയാണ് ഇതിനകത്ത് ആടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ ഫോട്ടോയുടെ സ്ഥാനത്ത് നമ്മുടെ ഫോട്ടോ വേണം. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഫോൺ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 10-12 ഫോട്ടോസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ആ ഫോട്ടോ ആദ്യം നമുക്ക് എഡിറ്റ് ചെയ്യണം. ആ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ ഗാലറി ചെല്ലുന്നതാണ്. ഗാലറി ചെല്ലാൻ നേരത്ത് നമ്മൾ ഈ നോർമലായിരിക്കുന്ന ഫോട്ടോ PNG ഫോട്ടോയ്ക്ക് മാറ്റാനായിട്ട് ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. മുകളിൽ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴെ കൊടുത്തേക്കുന്ന 3ാമത് ഓപ്ഷൻ ഉണ്ട്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കത് PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് PNG ഫോട്ടോ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മളൊരു 10-14 ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഫോട്ടോയും ഗാലറിയിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ? കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുടെ ഫോട്ടോ എന്ന് വെച്ചാൽ അതും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ടു ഗാലറി സേവ് ചെയ്യുക. പറഞ്ഞ് മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഇത് സേവ് ചെയ്ത് കംപ്ലീറ്റ് ഫോട്ടോയും സേവ് ചെയ്ത ശേഷം നമ്മുടെ 13 ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ക്യാമറ ഐക്കൺ 3 മാറ്റുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത ശേഷം നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യണമല്ലോ, അതിനാണ് സ്റ്റാർട്ടിങ് വരിക. സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇപ്പോൾ നമ്മൾ കുറച്ച് മാറ്റാൻ നേരത്ത് ഓരോ ബീറ്റ് മാർക്കാണ് ഓരോ ഫോട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് മുന്നോട്ട് കയറ്റിയൊക്കെ ആയിരിക്കും വരുന്നത്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഫോട്ടോ ഫസ്റ്റ് എടുത്ത ഫോട്ടോ ഇതാണ് കാണുന്നത്. ഫോട്ടോ ലെയറായിട്ട് കണ്ടുപിടിക്കാണ്ട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് നോക്കുക. ഫോട്ടോ തന്നെ റിമൂവ് ആകാൻ നോക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചില്ലെന്നാണ്. ഇവിടെ നമ്മൾ PNG ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത PNG ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും മാത്രം കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി. പറഞ്ഞ് മനസ്സിലായല്ലോ? ഒരു ഫോട്ടോ ചേഞ്ച് ചെയ്തു. അതിനുശേഷം കുറച്ച് മാറ്റാൻ നേരത്ത് അടുത്ത ഫോട്ടോ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന കാണാൻ സാധിക്കും. കുറച്ചുകൂടി മാറ്റുക. കാണുന്നുണ്ടല്ലോ, റൈറ്റ് സൈഡ് വന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഫോട്ടോ ലെയർ തന്നെയാണെന്ന് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഹൈഡ് നോക്കിയാൽ മതി. അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ഫോട്ടോ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ മൂവ് ആണ് സെലക്ട് ചെയ്യുക. ബാക്ക് അടിച്ചിട്ട് അതിൻ്റെ ഇസഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കരുത്. എക്സും വൈ എന്ന് വെച്ചാൽ മുകളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇസഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കരുത്. എക്സും വൈ മാത്രം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക. ചെറുതായിട്ട് ഫോട്ടോ ആണെങ്കിൽ സൂം ഇൻ സൂം ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
അടുത്ത ഫോട്ടോ കുറച്ചുകൂടെ മാറ്റുക. അടുത്ത ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ആ ഫോട്ടോ ലെയർ തന്നെ അടയ്ക്കുന്ന വേണ്ടി നമ്മളിങ്ങനെ ഹൈഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ജില്ലെന്നാണ്. നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് കൊടുത്താൽ മതി. ഈ ഫോട്ടോ കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട്. നമ്മൾ മൂവ് ആൻഡ് ഡൗൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം കറക്റ്റായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ മാറ്റുന്നത് ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോ ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നിങ്ങളുടെ അടുത്ത ഫോട്ടോയും നമ്മൾ ഫോട്ടോ ലെയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈഡ് നോക്കിയാൽ മതി. ഫോട്ടോ ലെയർ തന്നെ ആവുള്ളൂ ആഡ് ചെയ്യാവുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഇമേജൊക്കെ പോകുന്നുണ്ട്, അതൊന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഗാലറി ചെല്ലുന്നിടത്ത് നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് കൊടുക്കുക. ഇപ്പോൾ ഫോട്ടോ ചെറുതാണെങ്കിൽ ഇങ്ങനെ ബാക്ക് അടിക്കുക, മൂവ് ആണ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ ഈ ഫോട്ടോയുടെ ഈ സൈഡ് കാണാം, ഹാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡ് പോയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് ഈ ഫിറ്റ് സെലക്ട് കൊടുക്കുക. ഫിറ്റ് ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഫിറ്റ് സെലക്ട് ചെയ്തിട്ട് അത് മൂവ് ആണ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോ ചെറുതല്ലേ, സൂം ഇൻ സൂം ഓപ്ഷൻ ഉണ്ട്, മൂന്നാമത്തെ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. ശേഷം ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ്. മനസ്സിലായല്ലോ? വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഫോട്ടോ വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലും പോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലിങ്കും, അതായത് PNG ഫോട്ടോ ആപ്ലിക്കേഷൻ ആക്കാനൊരു ഫോട്ടോ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾക്കൊരു വീഡിയോ ലഭിക്കുന്നതാണ്. മനസ്സിലായല്ലോ? സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തേക്കുന്ന സെറ്റിങ്സ് ഉണ്ടല്ലോ, സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കൊടുക്കുന്ന ഓപ്ഷൻ്റെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തേക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.